അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നമ്മൾ പുതിയ കളക്ഷൻ റെക്കോർഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ പഴയതുപോലെ തന്നെ പലരും നമ്മളെ ചീത്ത വിളിക്കും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും നാം എത്തിയിരിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ ദിവസം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളുടെ നിലയെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മുടെ എമ്പുരാൻ മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ ടിക്കറ്റ് വിൽപ്പനയുടെ എണ്ണത്തിൽ കൂടുതൽ നേരിട്ടുന്നു. അതുപോലെ തന്നെ കളക്ഷൻ 50 ലക്ഷം ഇന്നലെ ഒരു ദിവസം കടന്നു എന്ന് പറഞ്ഞു. നേരത്തെ 40 ലക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം അനേകം ചിത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എമ്പുരാൻ്റെ കളക്ഷന് അല്പം ഇടിവ് നേരിട്ടു. എന്നാലും 16-ാം ദിവസം 50 ലക്ഷം നേടി. അങ്ങനെ കരുത്തനായിട്ട് എമ്പുരാൻ തുടരുന്നു. കേരളത്തിൽ നിന്ന് 83 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഇപ്പം എമ്പുരാൻ നിൽക്കുന്നത്. വരും ദിവസങ്ങളിലും അവധി ദിവസങ്ങളാണ്. വരും ദിവസങ്ങളിൽ എമ്പുരാൻ്റെ കളക്ഷൻ കൂടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം 12,840 ടിക്കറ്റാണ് 24 മണിക്കൂറിൽ എമ്പുരാൻ വിറ്റുപോയിട്ടുള്ളത്. ഇനിയും മരണമാസ് എന്ന് പറയുന്ന ചിത്രം ഇന്നലത്തെ അപേക്ഷിച്ച് കളക്ഷനിലും ടിക്കറ്റ് വിൽപ്പനയിലും കൂടുതലാണ്. 41,660 ടിക്കറ്റാണ് 24 മണിക്കൂർ കൊണ്ട് മരണമാസ് വിറ്റുപോയത്. അപ്പം മരണമാസിൻ്റെ എൻട്രി ആയിട്ടുണ്ട്. കാരണം ഇന്നലെ 34,000 ടിക്കറ്റേ ഉള്ളൂ. അതിൽ നിന്ന് വളരെ കൂടുതലാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന 2 ചിത്രങ്ങളാണ്. നമ്മുടെ മമ്മൂട്ടിയുടെ ചിത്രം, അതുപോലെ ആലപ്പുഴ ജിംഖാന. ഈ 2 ചിത്രങ്ങളുടെ മത്സരത്തിൽ ആര് വിജയിക്കും ആര് തൂക്കും എന്ന് നമ്മൾ അക്ഷമയോട് നോക്കിയിരിക്കുകയാണ്. ടിക്കറ്റ് വിൽപ്പന രംഗത്തിൽ ബഹുദൂരം മുമ്പിലാണ് ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം. 1,20,160 ടിക്കറ്റാണ് ഇന്നലെ വിറ്റത്. അപ്പോൾ 1 ലക്ഷം കടന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം റിലീസിംഗ് ദിവസം 91,000 ടിക്കറ്റേ വിറ്റുള്ളൂ. പക്ഷേ ഇത് 1,20,160 ടിക്കറ്റ് വിറ്റ് 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. 2-ാം സ്ഥാനത്തുള്ള ബെഫുക്കോയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വളരെ കുറവാണ്. ഏകദേശം പകുതിയേ ഉള്ളൂ. 67,220 ടിക്കറ്റ് മാത്രമേ ബെഫുക്കയ്ക്ക് വിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് ഇന്നലെ ടിക്കറ്റ് വിൽപ്പനയുടെ എണ്ണത്തിൽ വന്ന വ്യതിയാനം തന്നെയാണ് കളക്ഷനിലും പ്രതിഫലിക്കാൻ പറ്റുന്നത്. അപ്പം ബെഫുക്ക ആദ്യ ദിനം മമ്മൂട്ടി ചിത്രം നേടിയത് 3,20,00,000 ഇന്നലെ വൻ ഇടിവാണ് നേടിയിട്ടുള്ളത്. 41% ഇടിവ് നേരിട്ട് 2 കോടി മാത്രമേ ഇന്നലെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിനകത്ത് ഈ ഫിഗറിൽ ഏകദേശം ചില വേരിയേഷൻ ഉണ്ടാകാം. എന്നാലും 2 കോടി മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 5,20,00,000 രൂപയാണ് നമ്മുടെ മമ്മൂട്ടി ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ളതല്ല, ഇന്ത്യയിലെ മാത്രം കണക്കുകളാണ്. അപ്പം 5,20,00,000 രൂപയാണ് മമ്മൂട്ടിയുടെ ബഫൂക്ക 2 ദിന കളക്ഷൻ, കേരളത്തിലെ കളക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രമാണ്, നമ്മൾ നോക്കിക്കാണുന്ന ഒരു ചിത്രമാണല്ലോ, ആലപ്പി ജിംഖാന എന്ന ചിത്രം. ആദ്യ ദിനം നേടിയത് 2,65,00,000 രൂപയാണ്. അത് ചിലത് 2,75,00,000 എന്നും പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ആ 2,65,00,000 തന്നെ പിടിക്കാം. ഇന്നലെയും ഏകദേശം ആ നില നിലനിർത്താൻ ആ ചിത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം റിലീസിംഗ് ഡേറ്റിൽ നമുക്കറിയാം എല്ലാ ചിത്രങ്ങളും മികച്ച പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നത്. പക്ഷേ 2ാമത്തെ ദിവസം വന്നപ്പം അത് നിലനിർത്താൻ പറ്റുന്നത് ആ ചിത്രത്തിൻ്റെ വിജയം തന്നെയാണ്. ആ ചിത്രം ക്ലിക്കായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പം 2ാം ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 2,50,00,000 ഏരിയയാണ്. ബഫൂക്കയെ വളരെ ദൂരം പിന്നിലാക്കി
ആലപ്പി ജിംഖാന ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നത് 5,15,00,000 രൂപയാണ് ഈ 2 ദിവസം കൊണ്ട് ആലപ്പി ജിംഖാന എന്ന ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. അപ്പോൾ നെസ്ലിൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തിൻ്റെ ഉദയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വളരെ കാലം പിന്നിലേക്ക് വലിച്ചുകൊണ്ടാണ് നമ്മുടെ നെസ്ലിൻ എന്ന് പറയുന്ന യുവതാരം ഭിന്നിക്കൊടി പാറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ മരണമാഫിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ 2ാം ദിവസത്തെയും വന്നിട്ടില്ല. ആദ്യ ദിനം 1,01,00,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള മരണമാഫിൻ്റെ ഇതൊന്നും നമ്മൾക്ക് പുറത്ത് വരുന്നതേ ഇല്ല. ഏതായാലും മണിക്കൂറിൽ മരണമാഫിൻ്റെയും കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം എത്ര നേടി എന്നറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി 13,30,00,000 രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ കളക്ഷൻ വന്നിരിക്കുന്നത്. തലയാജിത്തിൻ്റെ ഇത്ര ആദ്യ ദിവസം 29,25,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അത് അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു വിജയമാണ്. വിടാമുയർച്ചി എന്ന് പറയുന്ന ചിത്രം പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടി ഇത് കാണാം. ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അപ്പം ആരാധകരുടെ ഒരു വിളയാട്ടം തന്നെ ഈ ചിത്രത്തിൽ കാണാം. അതുപോലെ അജിത്തിൻ്റെയും വിളയാട്ടം. 2ാം ദിവസം എത്തിയപ്പം ചെറിയ ഇടിവ് നേരിട്ടെങ്കിലും 13,90,00,000 ചിത്രവും തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അങ്ങനെ മികച്ച ഒരു പ്രകടനം അജിത്തിൻ്റെ ചിത്രവും നേടിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ടുള്ള ചിത്രങ്ങളുടെ പ്രകടനത്തിൻ്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാലും മണിക്കൂറുകൾ ഇതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം വിഷു റിലീഫുകളിൽ മലയാള ചിത്രങ്ങളിൽ ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം മലയാളം വിഷു തൂക്കി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇത് കേട്ട് കഴിയുമ്പം ചിലവർക്കൊക്കെ എന്നോട് ഭയങ്കര എതിർപ്പാണ്. അത് നമുക്ക് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുമ്പോൾ നമുക്ക് കേൾക്കാം, പോടാ എന്ന് വേണ്ട പല വാക്കുകളും പ്രയോഗിക്കും. എന്നാലും എന്ത് ചെയ്യാനാ, നമുക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പം ആലപ്പി ജിംഖാന എന്ന് പറഞ്ഞ ചിത്രമാണ് 1ാം സ്ഥാനത്ത് നിലനിർത്തുന്നത്. മരണമാഫ് ആദ്യ ദിനത്തേക്കാൾ കളക്ഷൻ മെച്ചപ്പെടുത്തി 2ാം ദിനം ഉയർന്നു വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇന്നൊരു 1.25 കോടിക്ക് മുകളിൽ 1.5 കോടിക്ക് അടുത്തെങ്കിലും മരണമാഫിനെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കാരണം ടിക്കറ്റ് വിൽപ്പനയിലും വർധനവ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ബഫൂക്കയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നും വളരെ ടിക്കറ്റിൻ്റെ എണ്ണത്തിൽ വളരെ കുറവാണ് നേരിടുന്നത്. ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയിട്ട് പോലുമില്ല. പക്ഷേ ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം ഇപ്പം മണിക്കൂറിൽ 1000 ടിക്കറ്റ് വിറ്റ് മാറുന്നുമുണ്ട്. അപ്പം മറ്റേത് ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത ഒരവസ്ഥ. തിയേറ്ററിൻ്റെ എണ്ണം കുറയുന്നുണ്ട്. മരണമാഫിൽ തിയേറ്ററിൻ്റെ സ്ക്രീനുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അപ്പം മരണമാഫ് പയ്യെ ഇടിച്ചു കീറി വരുന്നുണ്ട്. നമ്മൾ ആദ്യ ദിവസം കണ്ടു ഒരു 1000 ഷോയ്ക്ക് അടുത്ത് തന്നെയായിരുന്നു മമ്മൂട്ടി ചിത്രത്തിന്. 2ാം സ്ഥാനത്ത് നിന്ന ജിംഖാന 780-800 റേഞ്ചിൽ തന്നെ നിന്നു. 3ാം സ്ഥാനത്തുള്ള മരണമാഫ് എന്ന് പറയുന്ന 600 ഷോക്ക് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അതൊക്കെ മാറി വരുന്നു എന്നുള്ളതാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. അതുപോലെ അജിത്തിൻ്റെ ചിത്രത്തിനും ഷോകളുടെ എണ്ണം കുറവായിരുന്നു. 200 ചില്ലാൻ ഷോയേ ഉള്ളൂ. അജിത്തിൻ്റെ ചിത്രവും കൂടുതൽ തിയേറ്ററിലേക്ക് മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം മണിക്കൂറിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ കിട്ടുന്നവർക്ക് നിങ്ങളെ അറിയിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. ചീത്തുവിളി തുടങ്ങിക്കോളൂ മക്കളെ, തുടങ്ങിക്കോളൂ.